Hello, hi students. Once again, warm welcome to the second class of Macroeconomics. Macroeconomicsന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും മാഷിൻ്റെ എല്ലാ കുട്ടികൾക്കും ഊഷ്മളമായ സ്വാഗതം. We discussed in detail the 6 chapters in macroeconomics in the last class, and we also analyzed the titles and the contents of the 6 chapters. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ള 6 ചാപ്റ്ററുകളുടെ ടൈറ്റിൽ, ഓരോ ചാപ്റ്ററുകളിലും വരുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ്, ഇതൊക്കെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ? എന്തായിരുന്നു ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ? പറയൂ. യെസ്, ഇൻട്രൊഡക്ഷൻ. മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ആമുഖ ഭാഗമാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. For the convenience of our study, we divided the first chapter into 5 areas. What are they? Don't you remember that? നിങ്ങളിൽ പല ആളുകൾക്കും ഏതാണ് 5 ഏരിയ എന്നുള്ളത് കൃത്യമായി അറിയില്ല എന്ന് തോന്നുന്നു. ചില ആളുകളൊക്കെ തല താഴ്ത്തിയിരിക്കുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി I will repeat once again, so please take down the notes. ഏതൊക്കെയായിരുന്നു അത്? The difference between microeconomics and macroeconomics, difference between socialism and capitalism, sectors in an economy according to the macroeconomics point of view, the Great Depression in 1930s and some eminent economists. ഇതൊക്കെ ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ള 5 മേഖലകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നത്. ഇന്ന് നമുക്കിനി എന്ത് ചെയ്യാം? Let us analyze the first area in detail. ഒന്നാമത്തെ ഏരിയ ഏതായിരുന്നു? ഹെഡിങ് എഴുതി വെക്കൂ. The difference between microeconomics and macroeconomics. അതാണ് ഒന്നാമത്തെ ഏരിയ. So let us analyze it simply through some examples which are very familiar to you. I will give you 2 sets of examples or concepts. Each set contains 10 examples each. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാഷ് 2 സെറ്റ് എക്സാമ്പിൾസ് തരുന്നതാണ്. ഓരോ സെറ്റിലും 10 വീതം കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. The first sets represents the concepts in microeconomics and the second sets represents the concepts in macroeconomics. ഈ 2 സെറ്റും വിശദമായി പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് പറയാൻ സാധിക്കും. മാഷ് പഠിപ്പിച്ചു തരേണ്ട ഒരു ആവശ്യമില്ല. സോ ഐ ആം ഗോയിങ് ടു ഗീവ് യു ദ ഫസ്റ്റ് സെറ്റ്. യു ഷുഡ് കെയർഫുള്ളി റൈറ്റ് ഇറ്റ് 1 by 1. ഒന്നാമത്തെ സെറ്റ് മാഷ് പറയാൻ പോവുകയാണ്. താഴേക്ക് എഴുതി പോവുക. ഒന്നാമത്തത് പ്രൈസ് ഓഫ് എ പെൻ. 2 ഡിമാൻഡ് ഫോർ എ മോട്ടോർ ബൈക്ക്. വേജ് റേറ്റ് ഓഫ് എ KSRTC വർക്കർ. സാലറി ഓഫ് എ ടീച്ചർ. ദെൻ റെന്റ് ഫോർ എ ബിൽഡിംഗ്. മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ അമ്പുമല ട്രൈബൽ കോളനി. എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ മിൽമ ചില്ലിംഗ് പ്ലാന്റ് നിലമ്പൂർ. മാസ്ക് പ്രൊഡക്ഷൻ ബൈ പോപ്പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവാലി. നെറ്റ് പ്രോഫിറ്റ് ഓഫ് SBI വണ്ടൂർ. ദെൻ സപ്ലൈ ഓഫ് ഒനിയൻ. ഇത് മതി. ഒന്നാമത്തെ സെറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഹെഡിങ് കൊടുത്ത് അതിൻ്റെ കീഴിൽ വരുന്ന 10 എക്സാമ്പിൾസ് നിങ്ങൾ എഴുതിയെടുക്കുക. 1 ഇൻഫ്ലേഷൻ, GDP, ഗ്രോത്ത് റേറ്റ്, നാഷണൽ സേവിംഗ് റേറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ്, ഇന്ത്യാസ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് മോണിറ്ററി പോളിസി. മതി. ഇപ്പോൾ നിങ്ങൾക്ക് 2 സെറ്റ് എക്സാമ്പിൾസ് മാഷ് തന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ യു ഷുഡ് അനലൈസ് ദീസ് 2 സെറ്റ്സ് കെയർഫുള്ളി. 2 സെറ്റും നിങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സെറ്റ്. ഒന്നാമത്തെ സെറ്റ് നമുക്ക് ഒന്ന് എടുത്ത് പരിശോധിക്കാം. ഒന്നാമത്തെ സെറ്റിൽ വി ക്യാൻ സീ എ പ്രൊഡ്യൂസർ, പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി, മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ എ ട്രൈബൽ കോളനി, എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ എ ഫേം, റെന്റ് ഫോർ എ ബിൽഡിംഗ്, നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്ക് അല്ലെങ്കിൽ 1 എന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ് മൊത്തം വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താൻ പറ്റും? We can say that microeconomics is that branch of economics which studies the behavior of a
of an single economic unit or it studies the behavior of an economic unit. ഒരു ഇക്കണോമിക് യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഏതിൻ്റെ കീഴിൽ വരുന്നത്? മൈക്രോ എക്കണോമിക്സിൻ്റെ കീഴിൽ വരുന്നത്. ഇവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, ഇക്കണോമിക്സിലൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, സ്റ്റഡി ഓഫ് ആൻ ഇക്കണോമിക് യൂണിറ്റ്. ഒരു ഇക്കണോമിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊഡ്യൂസർ ആവാം, ഒരു കൺസ്യൂമർ ആവാം, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയയുമായി ബന്ധപ്പെട്ടതാവാം. അതാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേകത. ഇനി നിങ്ങൾ സെക്കൻഡ് സെറ്റ് നോക്കൂ. സെക്കൻഡ് സെറ്റിൽ വരുന്ന എക്സാമ്പിൾസൊക്കെ എങ്ങനെയുള്ളതാണ്? അതൊരു രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിലെ മൊത്തം ജനവിഭാഗത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അല്ലേ? ഗ്രോത്ത് റേറ്റ്, ദാരിദ്ര്യം, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക്, ദേശീയ സമ്പാദ്യ നിരക്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് മോണിറ്ററി പോളിസി, ഒരു രാജ്യത്തിലെ മൊത്തം ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന നയങ്ങളാണതൊക്കെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? മാക്രോ എക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് വിച്ച് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് economy as a whole or aggregate economic units, which studies the behavior of aggregate economic units. കാര്യങ്ങളെ മൊത്തത്തിലെടുത്ത് അനലൈസ് ചെയ്യുന്നതാണ് ആരുടെ ശൈലി? മാക്രോ എക്കണോമിക്സിൻ്റെ ശൈലി എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിൽ ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ ഇവിടെ മൊത്തം പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച്, അവിടെ ഒരു സാധനത്തിൻ്റെ വില പറയുമ്പോൾ ഇവിടെ ജനറൽ പ്രൈസ് ലെവലായിരിക്കും പറയുക, അവിടെ ഒരു സാധനത്തിൻ്റെ വില സപ്ലൈ പറയുന്ന സമയത്ത് ഇവിടെ അഗ്രഗേറ്റ് സപ്ലൈ ആയിരിക്കും, അവിടെ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് പറയുന്ന സമയത്ത് മാക്രോ എക്കണോമിക്സിൽ അഗ്രഗേറ്റ് ഡിമാൻഡ് ആയിരിക്കും. ഇതാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബിസൈഡ്സ് ദിസ് ദർ ആർ 4 other differences between മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഡിഫറൻസ് അല്ലാതെ തന്നെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിൽ 4 പ്രധാനപ്പെട്ട ഡിഫറൻസ് കൂടിയുണ്ട്. ആ ഒരു ഏരിയ ഓഫ് ഡിഫറൻസ് 4 ആദ്യം എഴുതിയെടുക്കുക. 1 എവല്യൂഷൻ, 2 പേഴ്സ്പെക്റ്റീവ്, 3 സ്കോപ്പ്, 4 മെത്തഡോളജി. എവല്യൂഷൻ, ഉൽപ്പത്തിയുടെ കാര്യത്തിൽ ഏത് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആണ്, മൈക്രോ എക്കണോമിക്സ് ആണോ മാക്രോ എക്കണോമിക്സ് ആണോ ആദ്യം ഉത്ഭവിച്ചത്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ തമ്മിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. പേഴ്സ്പെക്റ്റീവ്, കാര്യങ്ങളെ നോക്കിക്കാണുന്ന വീക്ഷണകോണ്, കാഴ്ചപ്പാടിൽ ഇവ തമ്മിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. സ്കോപ്പ്, മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും സാധ്യതകൾ രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ മെത്തഡോളജി, ഒരു വിഷയം വരുന്ന സമയത്ത് അത് പരിഹരിക്കാൻ മുന്നോട്ട് വയ്ക്കുന്ന പോളിസീസ്, സ്ട്രാറ്റജീസ്, മോഡ് ഓഫ് ഓപ്പറൻഡി, ടൂൾസ്, ടെക്നിക്സ്, ഇതിലൊക്കെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. സോ ലെറ്റ് us അനലൈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. എവല്യൂഷൻ. The evolution of microeconomics took place earlier than macroeconomics, whereas the evolution of macroeconomics took place only after the publication of Keynes' famous book, The General Theory of Employment, Interest and Money in 1936. 1936 അന്നത്തെ ബ്രിട്ടനിലെ ധനകാര്യമന്ത്രിയായിരുന്ന ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ ഒരു ഫേമസ് ബുക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പൊതുവെ നമ്മൾ ജനറൽ തിയറി എന്ന് പറയുന്ന ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠനശാഖ ഉത്ഭവിച്ചത്. അപ്പോൾ മാഷ് യഥാർത്ഥത്തിൽ ക്ലാസ്സിൽ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾ മാഷോട് നേരിട്ട് ചോദിക്കും, അതെന്താ മാഷെ 1936 ഇത് ഉത്ഭവിക്കാൻ കാരണം? കെയ്ൻസ് എന്തേ അതുവരെ കെയ്ൻസ് എവിടെയായിരുന്നു? എന്ത് സാഹചര്യമാണ് ഈ ഒരു ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സിൻ്റെ എവല്യൂഷന് പശ്ചാത്തലമൊരുക്കിയത്? തുടങ്ങിയ സംശയങ്ങളൊക്കെ കുട്ടികൾ ഉന്നയിക്കാറുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം? 1930കളിലെ ദ ഗ്രേറ്റ് ഡിപ്രഷനിലേക്ക് പോകണം. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ 1930s കോസസ് മെനി ഇഷ്യൂസ് ലൈക്ക് ബാങ്ക് ഫെയിലിയേഴ്സ്, ക്രെഡിറ്റ് ക്രൈസിസ്, അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഡിപ്രീസിയേഷൻ ഓഫ് കറൻസി ഇൻ മെനി കൺട്രീസ്. അമേരിക്കയിൽ ആരംഭിച്ച് ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളൊക്കെ ബാധിച്ച ഈ മാന്ദ്യത്തിൽ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പണത്തിൻ്റെ മൂല്യം ചോർന്നു പോകുന്നതടക്കം നിരവധി ഇഷ്യൂസ് എല്ലാ രാജ്യങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് മൈക്രോ എക്കണോമിക്സ് വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ് ദാറ്റ് അഫക്റ്റഡ് ദ പീപ്പിൾ ഇൻ എ കൺട്രി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യാനോ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെക്കാനോ മൈക്രോ എക്കണോമിക്സിനെ കൊണ്ട് സാധിച്ചില്ല. കാരണം മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഇഷ്യൂസാണ്. അപ്പോൾ അന്നത്തെ ബ്രിട്ടനിലെ ധനകാര്യമന്ത്രിയായിരുന്ന ജോൺ മെയ്നാർഡ് കെയ്ൻസ് കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി ടു ഹാവ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ദാറ്റ് സോൾവ് ദ പ്രോബ്ലംസ് ആസ് എ ഹോൾ. കെയ്ൻസ് പറഞ്ഞു
നമുക്കൊരു പുതിയ പഠനശാഖ എക്കണോമിക്സിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു. രാജ്യത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഇത്തരം ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ പഠനശാഖയ്ക്ക് സാധിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇറ്റ് ലെഡ് ടു ദ ഒറിജിൻ ഓഫ് മാക്രോ എക്കണോമിക്സ്. ഇതാണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഉൽപ്പത്തിയിലേക്ക് വഴി തെളിച്ചത്. അപ്പം നമുക്ക് എവല്യൂഷൻ്റെ കാര്യത്തിൽ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്ന ഭാഷയെ ഉത്ഭവിച്ചത്? അപ്പോൾ ഞാൻ നിങ്ങളോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, ഹു ഈസ് നോൺ ടു ബി ദ ഫാദർ ഓഫ് ഇക്കണോമിക്സ്? ആരാണ്? കറക്റ്റ്, ആഡം സ്മിത്ത്. ദെൻ ഹു ഈസ് നോൺ ടു ബി ദ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്? വീണ്ടും ആഡം സ്മിത്ത്. വളരെ കറക്റ്റാണ്. ഹിസ് ഫേമസ് ബുക്ക് ഈസ് വെൽത്ത് ഓഫ് നാഷൻസ്, ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1776. 1776 മൈക്രോ എക്കണോമിക്സിൻ്റെ പിതാവായ ആഡം സ്മിത്തിൻ്റെ ഫേമസ് ബുക്കായ വെൽത്ത് ഓഫ് നാഷൻസ് പബ്ലിഷ് ചെയ്തത്. ഫ്രം ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് മൈക്രോ എക്കണോമിക്സ് എക്സിസ്റ്റഡ് ഈവൻ ഇൻ 1776. അപ്പോൾ നമുക്കെന്ത് പറയാം, 1776 ഏത് വിഷയം നിലനിൽക്കുന്നുണ്ട്? മൈക്രോ എക്കണോമിക്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തർക്കമൊന്നുമില്ല. ഇവിടെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സും അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക്സ് ആണ്. ഒന്ന് 1776 തന്നെ ഉണ്ട്, ഒന്ന് 1936 ശേഷമാണ് എവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. റൈറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഓർ ദ സെക്കൻഡ് ഡിഫറൻസ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ പേഴ്സ്പെക്റ്റീവ്. Microeconomics has a worm's eye view, whereas macroeconomics has a bird's eye view. ഒരു ചെറിയൊരു കൃമി അല്ലെങ്കിൽ ഒരു കീടത്തിൻ്റെ കാഴ്ച, അതിനോടാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ കാഴ്ചപ്പാടിനെ നമ്മൾ ഉപമിക്കുന്നത്. പക്ഷേ മാക്രോ എക്കണോമിക്സിൻ്റെ കാഴ്ചപ്പാടിനെ ഒരു പക്ഷിയുടെ കാഴ്ചയോടാണ് നമ്മളിവിടെ ഉപമിക്കുന്നത്. ഒന്നുകൂടിയും കൃത്യമായി പറയുകയാണെങ്കിൽ, സപ്പോസ് എ ബേർഡ് ഫ്ലൈയിങ് ഹൈ, ഹൗ ഡസ് ഇറ്റ് സീ എ ഫോറസ്റ്റ് ഡൗൺ? ഇറ്റ് സീസ് ദ ഫോറസ്റ്റ് ആസ് എ ഹോൾ. ഉയർന്ന് പാറി പറക്കുന്ന ഒരു പക്ഷി വലിയൊരു കാട്, ഒരു വനപ്രദേശം മുകളിൽ നിന്ന് എങ്ങനെ കാണുക? അതിൻ്റെ എല്ലാ ഒരു മേൽഭാഗം നല്ല പച്ചപ്പായിട്ട് ഒന്നിച്ചാണ് കാണുക, അല്ലേ? ആ ഒരു കാഴ്ച, കാര്യങ്ങൾ മൊത്തത്തിലാണ് ആര് കാണുന്നത്? മാക്രോ എക്കണോമിക്സ് കാണുന്നത്. എന്നാൽ അതേ വനത്തിൻ്റെ താഴെ മണ്ണിലൂടെ ഒരു വേം ഇഴഞ്ഞു നീങ്ങുന്നുണ്ടെന്ന് വിചാരിക്കൂ. എ വേം ഓൺ ദ സോയിൽ സീസ് ഈച്ച് ട്രീ ഇൻ ദ ഫോറസ്റ്റ് സെപ്പറേറ്റ്ലി. ആ വനത്തിനുള്ളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ആ ഒരു വേമിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഓരോ വൃക്ഷങ്ങളെയാണ് കാണുക. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, വനത്തിന് മൊത്തം എന്ത് സംഭവിക്കുന്നു, എന്താണ് ഇഷ്യൂ എന്നതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ മാക്രോ എക്കണോമിക്സ് വ്യൂ പോയിന്റിലും, ആ വനത്തിനുള്ളിലെ ഓരോ വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ വ്യൂ പോയിന്റിലുമായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുക. ഇവിടെ നമ്മളെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ല ഇപ്പോൾ പറഞ്ഞത്, എങ്കിൽ കൂടിയും നമ്മൾ ആശയത്തിലേക്ക് വരാൻ ഈ ഒരു എക്സാമ്പിൾ തീർച്ചയായിട്ടും ഉപകരിക്കും. So next move on to the third difference, that's the difference in scope. Microeconomics has a narrow scope, whereas the scope of macroeconomics is wide. മൈക്രോഎക്കണോമിക്സിൻ്റെ സാധ്യത വളരെ ചെറുതാണ്, ചുരുങ്ങിയതാണ്. പക്ഷേ മാക്രോ എക്കണോമിക്സിൻ്റെ സാധ്യത വളരെ വിശാലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണുകയല്ല കേട്ടോ. ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞൊരു എക്സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, മാൽന്യൂട്രീഷൻ ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ എ ട്രൈബൽ കോളനി. ഒരു ചെറിയ പ്രദേശത്തെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട, കുട്ടികളുടെ പോഷകാഹാരക്കുറവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നമ്മൾ പഠിക്കണമെങ്കിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ സഹായം നമുക്ക് വേണം. അപ്പോൾ അതൊരു ചുരുങ്ങിയ ഏരിയയിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ സാധ്യത വളരെ ചുരുങ്ങിയതായിട്ട് നമ്മൾ കാണുന്നത്. ദെൻ മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും പഠനവിധേയമാക്കുന്നുണ്ട്. കുറച്ചുകൂടിയും വിശാലമായ ഏരിയയാണ് എവിടെ വരുന്നത്. ആ അർത്ഥത്തിലാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് നാരോയും മാക്രോ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് വിശാലവുമാവുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ഡിഫറൻസ്, ദ ഡിഫറൻസ് ഇൻ മെത്തഡോളജി. മൈക്രോ എക്കണോമിക്സ് യൂസസ് partial equilibrium analysis, whereas macroeconomics uses general equilibrium analysis. കഴിഞ്ഞ വർഷം നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏകദേശം 40 കോടി ആളുകൾ ഇൻഫോർമൽ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മൊത്തത്തിലെടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് വ്യൂ പോയിന്റിലാണ് വരിക. അതാണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. 40 കോടി ആളുകൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഉണ്ടെങ്കിൽ
അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, 60 വയസ്സിന് മുകളിൽ പ്രായമായ ആൾക്കാരുണ്ട്. ഇതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സിനെ കൊണ്ടേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മൈക്രോ എക്കണോമിക്സ് ഭാഗികം, പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് പറയുന്നത്. സോ ചിൽഡ്രൻ, ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. Today we have discussed the major differences between microeconomics and macroeconomics. ഇന്ന് നമ്മൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിൽ 5 പ്രധാനപ്പെട്ട മേഖലകളിലുള്ള ഡിഫറൻസാണ് ചർച്ച ചെയ്തത്. Now I will check whether you have understood today's class. ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു സെഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഐ വിൽ ഗീവ് യു സം എക്സാമ്പിൾസ് ഇൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് which are mixed up, so you should identify which concepts belong to microeconomics and which ones belong to macroeconomics. നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് കോൺസെപ്റ്റുകളാണ് മാഷ് തരുന്നത്. അത് മിക്സ് ചെയ്തുകൊണ്ട്, ഷഫിൾ ചെയ്തുകൊണ്ടാണ് തരുന്നത്. നിങ്ങളത് മൊത്തം പരിശോധിച്ചതിന് ശേഷം മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് മൈക്രോ എക്കണോമിക്സിന് കീഴിൽ വരുന്ന കോൺസെപ്റ്റുകൾ അവിടെയും, മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് മാക്രോ എക്കണോമിക്സിന് കീഴിൽ വരുന്ന ആശയങ്ങൾ അവിടെയും തീർച്ചയായിട്ടും എഴുതി വെക്കണം. സോ കീപ് വാച്ചിങ് സിമ്പിൾ എക്കണോമിക്സ് വിത്ത് മീ, വിനോദ് മാഷ്.